ഗാനഗന്ധർവൻ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നും വേണ്ടെന്നും നമുക്ക് പറയാം. പക്ഷേ നിയമപരമായി അതിന് അനുവാദം നൽകേണ്ടത് ആരാണ്? 91 ന്യൂസിലേക്ക് സ്വാഗതം. രൂപഭാവങ്ങൾ കൊണ്ടോ രക്തം പരിശോധിച്ചതുകൊണ്ടോ CT സ്കാൻ ചെയ്തതുകൊണ്ടോ മനുഷ്യന്റെ ജാതിയും മതവും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നൂതന സാങ്കേതിക ശാസ്ത്ര യന്ത്രവും ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അതിന് കഴിയുകയുമില്ല. ദിനം പ്രതി 10,000-കണക്കിന് പേർ ദർശനം നടത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും എത്രയോ മുസ്ലിം ക്രൈസ്തവ സഹോദരങ്ങൾ കയറുന്നു, ഭഗവാനെ കാണുന്നു. അതിൽ ഭൂരിഭാഗവും വിശ്വാസികളാണ്. ഒരു ചെറിയ വിഭാഗം പുരാതനമായ ക്ഷേത്രം കാണാൻ എത്തുന്നവരാകാം. അങ്ങനെ ഈ പ്രക്രിയ ദിനം പ്രതി തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും ശ്രവണ മനോഹര ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള യേശുദാസിന് എന്തിനാണ് ഗുരുവായൂർ പ്രവേശനം നിഷേധിക്കുന്നത്? എല്ലാ വർഷവും അദ്ദേഹം ഇരുമുടിക്കെട്ടേന്തി ശബരിമല കയറി സന്നിധാനത്തിലെത്തി ഭഗവാൻ അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം പാടി ഭഗവാനെ ഉറക്കിയ ശേഷമാണ് മലയിറങ്ങുന്നത്. പിന്നെ എന്തിനാണ് ഗുരുവായൂരിൽ അദ്ദേഹത്തിന് ഇങ്ങനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നത്? അത് ഭഗവാൻ കൃഷ്ണന് പോലും ഇഷ്ടപ്പെടില്ല. സർവജാതി മതങ്ങളിലുമുള്ളവർ കയറിയിട്ടും ഗുരുവായൂർ ക്ഷേത്രം അനുദിനം പൂർവാധികം ശക്തി ചൈതന്യത്തോടെ പേരും പെരുമയും വർദ്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേവലം മനുഷ്യർ എന്തിനു നിഷേധിക്കണം? ലോക മലയാളികളുടെ ശ്രവണ സുന്ദര രൂപമായ യേശുദാസിന് പൂർണ്ണകുംഭം നൽകി ഗുരുവായൂരിലേക്ക് സ്വീകരിച്ച് ആനയിക്കണം. ഉണ്ണിക്കണ്ണന് മുൻപിലായി അദ്ദേഹം ഹൃദയപൂർവ്വം കൃഷ്ണഗീതങ്ങൾ പാടട്ടെ. അത് കേട്ട് ഭഗവാൻ മഴയായി പൊഴിയും. ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രം പ്രവേശനം എന്ന അയിത്താക്ഷരങ്ങൾക്ക് പകരം വിശ്വാസികൾക്ക് മാത്രം പ്രവേശനം എന്ന ശ്രേഷ്ഠാക്ഷര ബോർഡ് അവിടെ സ്ഥാപിക്കണം. അങ്ങനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സമത്വ വിപ്ലവം സംഭവിക്കട്ടെ. ഈ വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായ ചില സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധിയെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചില്ല. ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്ന ഡോക്ടർ PJ അബ്ദുൽ കലാം ഹിന്ദുമത വിശ്വാസിയാണെന്ന് വിശ്വാസപത്രം എഴുതി നൽകിയ ശേഷമാണ് ഹിന്ദു ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചത് എന്നൊക്കെയുള്ള ചില പഴയ ചിന്തകൾ. കേവലം ഒരു സമ്മതപത്രം എഴുതി നൽകുന്നതിനും അപ്പുറം ജീവിത രീതി കൊണ്ടും ഗാനാർച്ചനയാലും ഡോക്ടർ KJ യേശുദാസ് സർവ്വമതങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനും തന്നെ അഭിമാനമാണ്. അദ്ദേഹത്തിന് മുൻപിൽ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ സർവ്വ കവാടങ്ങളും തുറക്കപ്പെടട്ടെ. യേശുദാസ് പാടിയതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും. കാത്തിരിക്കാം നമുക്ക് ആ സുദിനത്തിനായി.